നമസ്കാരം. നെല്ലിക്കുഴിയിൽ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക, കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെല്ലിക്കുഴി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ ധർണാ സമരം സംഘടിപ്പിച്ചു. സമരം NREG വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി RM രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സീന എൽദോസ് അധ്യക്ഷയായി. NREG വർക്കേഴ്സ് യൂണിയന്റെ ഏരിയ പ്രസിഡന്റ് റഷീദ സലീം, ഏരിയ സെക്രട്ടറി PM അഷറഫ്, റംല ഇബ്രാഹിം, C നാസർ, ബിജു മാണി, അരുൺ C ഗോവിന്ദ്, ഷാഹിദ ഷംസുദ്ദീൻ, ബീന ബാലചന്ദ്രൻ, ഷഹന അനസ്, NB ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകസഭയിൽ ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം. പക്ഷെ രാജ്യസഭയിൽ ചെന്നാൽ ആ കടമ്പ അങ്ങോട്ട് കടക്കില്ല. ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് അവർ പലതും നോക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റും കേരള ഓരോ സംസ്ഥാനത്തുള്ള ഗവർണർമാരും അവർ നിയമം വിട്ട് പെരുമാറുന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വരെ പറയേണ്ട കാലഘട്ടമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. മനസ്സിലായില്ല? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമ അധ്യക്ഷനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ആ ഇന്ത്യൻ പ്രസിഡന്റും സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഗവർണർമാരും പരിധി വിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പരസ്യമായി ഒരു വിധിയിലൂടെ സുപ്രീം കോടതിക്ക് പറയേണ്ട കാലഘട്ടത്തിലേക്ക് ഇന്ത്യ രാജ്യം മാറി. ഇപ്പം നമ്മുടെ കാര്യമൊക്കെ കട്ട പുകയാന്ന്. മനസ്സിലായോ? നമ്മുടെ കാര്യമൊക്കെ കട്ട പുകയാണ്. പക്ഷെ ആ ബില്ല് അങ്ങനെ അവർക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ പുതിയ നിയമങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഓരോ ദിവസവും നമ്മൾ പണിയെടുത്ത്